സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് നൽകണമെന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. കേന്ദ്ര നിയമനം ലഭിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് 5 ദിവസത്തിനകം നൽകണം. ക്ലിയറൻസ് നൽകാത്തതിനെതിരായ യോഗേഷിന്റെ ഹർജിയിലാണ് ഈ നിർദ്ദേശം. ജിജീഷ് കരുണാകരൻ വാർത്ത നൽകും. ജിജീഷ്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കാൻ ആവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചതിനെതിരെയാണ് യോഗേഷ് ഗുപ്ത ട്രിബ്യൂണലിനെ സമീപിച്ചത്. അവിടെയാണ് സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഇതിന് പറഞ്ഞിരിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് വിവിധ അന്വേഷണങ്ങളെ നേരിടുകയാണ് യോഗേഷ് ഗുപ്ത എന്ന കാര്യമായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഏതെല്ലാം അന്വേഷണമാണ് യോഗേഷ് ഗുപ്തയ്ക്ക് എതിരെ നടക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാനോ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് സർക്കാരിന് വലിയ തിരിച്ചടിയായിക്കൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏതാണ്ട് 7 സ്ഥലമാറ്റങ്ങളായിരുന്നു യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിച്ചത്. അതിൽ ഏറ്റവും ഒടുവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറാക്കിയുള്ള ഉത്തരവ് നേരത്തെ ഇറങ്ങുകയും ചെയ്തിരുന്നു. 2022 കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു കേരളത്തിലെത്തിയ യോഗേഷിനെ ബിവറേജസ് കോർപ്പറേഷൻ MD ആയിട്ട് ആദ്യം നിയമനം നൽകി. പിന്നീട് പോലീസ് പരിശീലന വിഭാഗം അഡീഷണൽ ജനറലാക്കി. പോലീസ് അക്കാദമി ഡയറക്ടർ, സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ADGP, ബിവറേജസ് കോർപ്പറേഷൻ MD, വിജിലൻസ് മേധാവി, അഗ്നിരക്ഷാ സേന മേധാവി എന്നിടങ്ങളിലേക്കായിരുന്നു പിന്നീടുള്ള മാറ്റങ്ങൾ. സിവിൽ സർവീസ് ഇതിനിടയിലാണ് കേന്ദ്ര സർവീസിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് യോഗേഷ് ഗുപ്ത അപേക്ഷ നൽകിയത്. എന്നാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകാതെ സർക്കാർ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കേരളം വിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പദവിയിലേക്ക് മാറാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് യോഗേഷ് ഗുപ്ത ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഇത് അംഗീകരിച്ചിരുന്നില്ല. ക്ലിയർ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ തുടർന്ന് അദ്ദേഹം സമീപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നതും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയും ചെയ്യുന്നത്. ശരി ജിജീഷ്.